ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക, അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം റിയൽ ആണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നുള്ളത്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അതോ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ. എന്താണ് കാർഡ്സിൽ പറയാനായിട്ടുള്ളത്? കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഏത് വ്യക്തിയെയാണോ ഈ ഒരു സമയത്ത് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഇവിടെ സത്യമാണെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്നേഹം ഒരു സ്ഥിരതയുള്ള സ്നേഹമാണ്. അത് പകുതി വഴിയിൽ വെച്ച് മാറിപ്പോകുന്നതല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് അവർ കാണിക്കുന്ന സ്നേഹം ജെനുവിൻ ആണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വളരെയധികം ഒരു പക്വതയുള്ള വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളോട് അവർക്ക് വളരെയധികം സ്നേഹമാണ്. അത് സ്ഥിരതയുള്ള ഒരു സ്നേഹമാണെന്നാണ് ആദ്യം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ. ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി അവർ നിങ്ങളെ കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് നിങ്ങളെ ഒരു ക്യൂണായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി ആ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ പരിപാലിക്കുവാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവ രീതി അവരെ ഈ ഒരു സമയത്ത് വളരെയധികം നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിച്ചിരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നാണ് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ക്യൂണോസോട്സിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങളോട് കുറച്ച് അകലം വിട്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്നേഹം റിയൽ ആയിട്ടുള്ളതല്ല, ഈ ഒരു വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിങ്ങളോട് ബൗണ്ടറി ഇട്ടിരുന്ന സമയത്ത് പോലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം ആഴത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ സ്നേഹം അവർ കൂടുതലായിട്ട് അത് പുറത്തോട്ട് കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തന്നെ അടക്കി വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയത്തൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ. എന്താണ് കാർഡ്സിന് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത്? പേജ് ഓഫ് വൺസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങളെ കണ്ട സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അതായത് ഇപ്പോഴുള്ള അത്രത്തോളം ഒരു സ്നേഹം കണ്ട സമയത്ത് അതായത് ഈ ഒരു ബന്ധത്തിന്റെ തുടക്ക സമയത്ത് ഇല്ലായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷേ പോകെ പോകെ നിങ്ങളോടുള്ള സ്നേഹം കൂടി ഇപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലോട്ട് എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് അവർ കൂടുതലായിട്ട് മനസ്സിലാക്കിയെന്നിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്വഭാവ രീതി ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് തുടക്കത്തിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് അടുത്തത് അതായത് ഒരു കൗതുകം അതല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ആ ഒരു രീതിയിൽ അടുത്ത ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു സമയത്ത് ഒരു ആത്മാർത്ഥമായ സ്നേഹം നിങ്ങളോട് ഇല്ലായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള സ്നേഹം വളരെയധികം ഒരു നല്ല രീതിയിൽ ആ ഒരു കിങ് ഓഫ് കപ്സിന്റെ എനർജിയിൽ വളരെയധികം പക്വതയോട് കൂടി ഒരു സ്ഥിരതയുള്ള സ്നേഹമായിട്ട് മാറി എന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ. എന്താണ് ഈ ഒരു സമയത്ത് പറയാനായിട്ടുള്ളത് കാർഡ്സിന്? ത്രീ ഓഫ് സോർട്സിന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തിക്ക് എന്തോ ഒരു വേദന ഈ ഒരു സമയത്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായ എന്തെങ്കിലും കാര്യമായിരിക്കാം ഇവരുടെ മനസ്സിനെ വളരെയധികം മുറിവേൽപ്പിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം ഇവരുടെ മനസ്സ് ഈ ഒരു സമയത്ത് വേദനയിൽ ഇരിക്കുന്ന കാര്യം
ഇവർ നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതിനവർ താല്പര്യപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷമങ്ങൾ വരുന്ന സമയങ്ങളിൽ കൂടുതലും ഈ ഒരു വ്യക്തി നിശബ്ദമായിരിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു സമയത്ത് നിശബ്ദമായിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളോട് സ്നേഹമില്ല, നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് അവരുടെ വിഷമങ്ങൾ നിങ്ങളുമായിട്ട് ഈ ഒരു സമയത്ത് അവർ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് അവരുടെ വിഷമം അവരുടെ ഉള്ളിൽ തന്നെ അവർ വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ഈ ഒരു സമയത്ത് ഒരു പക്ഷെ അത് ചെറിയ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, ഈ ഒരു വ്യക്തി വളരെയധികം മുറിവേൽപ്പിച്ച ഒരു എനർജി, അതായത് മനസ്സിനെ മുറിവേൽപ്പിച്ച ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ അതോ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്നേഹമാണോ? എംബറാണ് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി അവരുടെ സ്നേഹം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ സ്നേഹം നിങ്ങളോട് അവർ പ്രകടിപ്പിക്കില്ല എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവർ കൂടുതലും ഇവരുടെ ആ ഒരു സ്നേഹം ഇവരുടെ മനസ്സിൽ വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പല സമയങ്ങളിലും ഒരുപക്ഷെ നിങ്ങൾ തന്നെ ഈ ഒരു വ്യക്തിയോട് ചോദിച്ചിരിക്കാം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ സംസാരിച്ചിരിക്കുന്ന ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം ഈ ഒരു വ്യക്തി ഗൗരവപൂർവ്വം ഇരിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. ആ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഗൗരവമായിട്ട് സംസാരിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ അത് പുറമേ ആ ഒരു രീതിയിൽ കാണിക്കുന്നത്, അതായത് അവരുടെ ഉള്ളിലുള്ള ആ ഒരു നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം അവർക്ക് നിങ്ങളോട് പൂർണ്ണമായിട്ടും തുറന്നു പറയുവാനായിട്ട് അവർക്ക് അത് താല്പര്യമില്ല എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം സത്യമാണോ അതോ താൽക്കാലികമായൊരു സ്നേഹമാണോ എന്താണ് കാർഡ്സിന് പറയാനായിട്ടുള്ളത്. വീണ്ടും നമുക്കിവിടെ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ കുറച്ച് ശാന്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയൊക്കെ, അതായത് നിങ്ങൾക്ക് സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, അതായത് നിങ്ങൾ ആ ഒരു സ്നേഹം ഉള്ളിലുള്ള സ്നേഹം പുറമെ പ്രകടിപ്പിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം പുറമെ പ്രകടിപ്പിക്കുവാനായിട്ട് കുറച്ചൊരു മടി കാണിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമായിട്ടും കാണിക്കുന്നത്. ഈ ഒരു പേരിൽ തന്നെയാണ് നിങ്ങൾ തമ്മിൽ കൂടുതൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരാൾക്ക് ഇവിടെ സ്നേഹം അത് പുറമെ പ്രകടിപ്പിക്കണം, മറ്റൊരാൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ആ ഒരു സ്നേഹം അത് പുറമെ അത് അവർക്ക് സത്യത്തിൽ അവർക്കത് ഏത് രീതിയിൽ അത് പ്രകടിപ്പിക്കണം എന്ന് അറിയില്ല എന്നുള്ളതാണ് സത്യം. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിന്റെ പേരിലാണ് നിങ്ങൾ തമ്മിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ വളരെയധികം ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ സ്നേഹം എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. മറിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു എപ്പോഴും കുറച്ചൊന്ന് ദേഷ്യമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ഓർക്കുന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ സ്നേഹം അതവർ പുറമെ പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ അവർ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം സത്യമാണ്, പുറമെ കാണിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ റീഡിങ്ങിലൂടെ ആകെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. അതായത് അവരുടെ സ്നേഹം അവർ പുറമെ കാണിക്കുന്നില്ല, അവർ അവരുടെ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നു. അതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.